നമസ്കാരം, വെൽക്കം ടു വിനേസ് ആൻഡ് ടെക് ഹബ് ക്ലാസ്സസ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ എക്സൈറ്റിംഗ് ആയിട്ട് ഒരു ന്യൂസ് ആണ് നിങ്ങൾ രാവിലെ പത്രത്തിൽ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കാത്തിരുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയാണ്. മെയ് മാസത്തിലെ പുതിയ 16 നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ ഇന്നലെ തിങ്കളാഴ്ച നടന്ന PSC ബോർഡ് മീറ്റിംഗ് തീരുമാനമായിട്ടുണ്ട്. അതിനകത്ത് ഒരെണ്ണം മോട്ടോർ വാഹന വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ്. നമ്മൾ കുറച്ച് നാളായിട്ട് തന്നെ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അല്ലേ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് അതിന് മുന്നേ ആ പത്ര കട്ടിങ് ഒന്ന് കണ്ടു നോക്കാം. PSC 16 തസ്തികകളിലേക്ക് വിജ്ഞാപനം. ഇന്നത്തെ പത്രമാണ്, ഇന്നത്തെ മലയാള മനോരമയുടെ സ്ക്രീൻഷോട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ജനറൽ റിക്രൂട്ട്മെന്റിനകത്ത് സംസ്ഥാന തലത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറി ഡെവലപ്മെന്റ് വകുപ്പിൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. വളരെ ക്ലിയർ ആണ്. നോട്ടിഫിക്കേഷൻ മെയ് മാസത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കൊരു മെയ് 30 ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാം. ഒരു പക്ഷേ നമ്മുടെ റീസെന്റ് പാസ് ഔട്ടുകാർ, ഇപ്പോൾ 2026 പാസ് ഔട്ടുകാർ പാസ് ഔട്ടായി ഇറങ്ങി റിസൾട്ട് വരാനുള്ള ഒരു ചെറിയ വെയിറ്റിംഗ് മൂലം ഒന്ന് അങ്ങോട്ട് നീങ്ങി പോകാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ വരാം. അതായത് അവർക്കൂടെ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് 2026 റിസൾട്ട് ജൂൺ മാസം ആദ്യമൊക്കെ പ്രസിദ്ധീകരിക്കുമല്ലോ. സോ അവർക്കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നതിന് മുന്നേ അവർക്ക് റിസൾട്ട് വരണമല്ലോ. സോ അവരെയും കൂടെ ഒന്ന് പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ജൂൺ മാസം ആദ്യത്തേക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ നീങ്ങാം. എന്തായാലും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഓർഡറൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്? നിങ്ങളൊരു ഡിപ്ലോമ മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിലോ ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിലോ 2026 പാസ് ഔട്ട് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് റിസൾട്ട് നോട്ടിഫിക്കേഷന്റെ അവസാന ദിവസം ജൂൺ മാസം 30 ആണെന്ന് സങ്കല്പിക്കുക. ജൂൺ മാസം 30 PSC സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം ജൂൺ മാസം 30 ആണെങ്കിൽ അതിന് മുന്നേ നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എങ്കിലും കിട്ടിയാൽ മതി. റിസൾട്ട് വന്ന് നിങ്ങൾ പാസ്സായി, പ്രൊവിഷണൽ കിട്ടത്തില്ലേ, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ഒന്നും കൈ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിന് മുന്നേ പാസ്സാവണം. ജൂൺ 30 അവസാന ദിവസം എങ്കിൽ, അല്ലെങ്കിൽ ജൂലൈ 15 അവസാന ദിവസം എങ്കിൽ അതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വന്നിരിക്കണം. എല്ലാ സബ്ജക്റ്റും പാസ്സായിരിക്കണം. കൂടാതെ വാലിഡ് ആയിട്ടുള്ള ഹെവി ലൈസൻസ് വേണം. അതായത് നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഹെവി എടുത്താൽ പോരാ. ഈ ജൂലൈ 15 അവസാന ദിവസം എങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ഹെവി ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. ഇനി ജൂൺ 30 അപ്ലൈ ചെയ്യേണ്ട അവസാന ദിവസം എങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ഹെവി ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലും ഇത് നോട്ടിഫിക്കേഷൻ മെയ് 30 എങ്കിലും ആവും. മിനിമം മെയ് 30 ആവേണ്ടതാണ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഹെവി ഇല്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെവി എടുക്കുക. ഒരു മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഹെവി കിട്ടും. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ തന്നെ അവസാന നിമിഷം ഹെവി എടുക്കാൻ വേണ്ടി ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഹെവി ലൈസൻസിന്റെ മാസത്തിൽ ഒരു തവണ നടക്കുന്നിടത്ത് ചിലയിടത്തൊക്കെ 2 വട്ടമൊക്കെ നടന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹെവി എടുക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ അപ്ലൈ താല്പര്യമുണ്ട് ഹെവി ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെയോ നാളെ തന്നെയോ പോയി ഹെവിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഹെവി എടുക്കുക. ഹെവി എടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. സോ ഇതാണ് അതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. 165 സെന്റിമീറ്റർ ആണ് ബേസിക് ആയിട്ട് ഹൈറ്റ് വേണ്ടത്. അതുപോലെ തന്നെ 6x6 ഐവിഷന്റെ കാര്യം പറയുന്നുണ്ട്. ചെസ്റ്റിന്റെ അളവ് പറയുന്നുണ്ട്. വുമൻസ് ആവുമ്പോൾ, ലേഡീസ് ആവുമ്പോഴത്തേക്ക് ഹൈറ്റിനകത്ത് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ നോട്ടിഫിക്കേഷന്റെ വീഡിയോ കുറെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇതാണ് നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഉറപ്പിച്ചോ, നോട്ടിഫിക്കേഷൻ മെയ് മാസത്തിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ മെയ്യിലെ ഗസറ്റിനകത്ത് നോട്ടിഫിക്കേഷൻ വരും. ഇനി എപ്പോഴും എക്സാം വരാം? സാധാരണഗതിയിൽ മാക്സിമം ഒരു 6 മാസമാണ് സമയം AMV എക്സാമുകൾക്ക്. കഴിഞ്ഞ 2 തവണത്തെയോ 3 തവണത്തെ എക്സാമിന്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ നോട്ടിഫിക്കേഷൻ വന്നാൽ 6 മാസത്തിനുള്ളിൽ എക്സാം വരും. കഴിഞ്ഞ വട്ടം നടന്നത് ഒരു ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു, മെയ് മാസത്തിൽ എക്സാം നടന്നു. അപ്പം മെയ് മാസം നോട്ടിഫിക്കേഷൻ വരുന്നു. മിക്കവാറും ഡിസംബറിന് മുന്നെയോ ഡിസംബറിലൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എക്സാം. അതിന് മുന്നേ തന്നെ വരാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, സോ അതാണ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പുതിയൊരു ബാച്ച് ഇന്ന് മുതൽ, നമുക്ക് ഓൾറെഡി 3 ബാച്ചുകളുണ്ട്. പുതിയ ബാച്ച് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. പുതിയ ബാച്ച് വരുമ്പോഴത്തേക്ക് AME പ്രീമിയം ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സസും സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട്, നമ്മളിപ്പോൾ ഈ കാണുന്നില്ലേ, ഈ കണ്ട് സംസാരിക്കുന്ന പോലെ സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നമ്മൾ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതിന്റെ PDF നോട്ട്സ് പ്രിന്റബിൾ ഫോർമാറ്റിൽ ആപ്പിൽ ഉണ്ടാവും. എക്സാമുകളും ഉണ്ടാവും. MCQ ഡിസ്കഷൻ വീഡിയോ ഉണ്ടാവും. പ്രീമിയം ബാച്ചിന്റെ പ്രത്യേകത, വ്യക്തമായിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഓരോ വീക്കിലി പഠിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ പറയും. ആ ടോപ്പിക്കിന്റെ ലൈവ് MCQ ഡിസ്കഷൻ ഉണ്ടാവും. ഇനി നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലൈവിന്റെ റെക്കോർഡിംഗ്സ് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. 3 ഫാക്കൾട്ടീസ് തന്നെ 3 മെന്റേഴ്സ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും നിങ്ങളുടെ മെന്ററായിട്ട് ഉണ്ടാവുക. ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ അപ് ടു എക്സാം വരെയാണ് കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ ഡെമോ ക്ലാസ് കണ്ടു നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓവർവ്യൂ എന്ന് പറഞ്ഞ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കണ്ടന്റ് ഓപ്ഷൻ ഉണ്ട്, ഡെമോ വീഡിയോ ഉണ്ട്. നിങ്ങൾ കണ്ടന്റ് ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ടന്റിനകത്ത് വരുന്നത് ഓരോ സബ്ജക്റ്റ്, തെർമോഡൈനാമിക്സ് ആരാണ് പഠിപ്പിക്കുന്നത് മനസ്സിലാവും. അതിന്റെ ക്ലാസ്സസ് ഓപ്പൺ ആക്കാമെങ്കിൽ ഡെമോ ക്ലാസ് കണ്ടു നോക്കാം. ക്ലാസ്സസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തെർമോഡൈനാമിക്സ് 1, 2 അത് ബേസിക് ആണ്. പിന്നെ വരുമ്പോൾ ക്ലാസ് 3 വരുമ്പോൾ ഫസ്റ്റ് ലോ ആണ് പറയുന്നത്. ക്ലാസ് 4 വരുമ്പോഴത്തേക്ക്
ഫസ്റ്റിലൂടെ സെക്കൻഡ് ക്ലാസ്, അതുപോലെ തന്നെ 5, പിന്നെ അതിന്റെ MCQ ഡിസ്കഷൻ, അങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത്. അതിനകത്ത് തന്നെ PDF നോട്ട്സും ഉണ്ടാവും. നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം. ഇനി നിങ്ങൾ ഡെമോ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെമോയിൽ ഓരോ ക്ലാസ്സസ് ഓപ്പൺ ആയിട്ട്, ഇതെല്ലാ ക്ലാസ്സും നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് ക്ലാസ്സിന്റെ ക്വാളിറ്റി വിലയിരുത്താനായിട്ട് ഡെമോ സെഷൻ കയറി കഴിഞ്ഞാൽ ഓരോ ക്ലാസ് ഓപ്പൺ ആയി കാണാൻ പറ്റും. ഡെമോ കാണുന്ന വീഡിയോസ് എല്ലാം ഇവിടെ വാച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ പ്ലേ ആവും. നിങ്ങൾക്ക് ക്ലാസ് കണ്ടു നോക്കാൻ വേണ്ടി പറ്റും. ഒരു കാരണവശാലും നിങ്ങൾ കോഴ്സിന്റെ ഫീസ് മാത്രം നോക്കി ജോയിൻ ചെയ്യാൻ നിൽക്കരുത്. ക്ലാസ് കണ്ടു നോക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് റിസൾട്ട് നോക്കുക. പ്രീവിയസ് റിസൾട്ട് ആദ്യത്തെ 100-നകത്തുള്ള 25 ഉദ്യോഗാർത്ഥികളാണ്. ഇതെല്ലാം നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഇവരെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാമിലും അല്ലെ അവരുടെ വാട്സ്ആപ്പ് നമ്പറൊക്കെ പലരും അങ്ങനെയൊക്കെ റെഫർ ചെയ്താണ് നമുക്ക് അഡ്മിഷൻസ് വരുന്നത്. അവരോട് ചോദിക്കുക അവരെങ്ങനെയാണ് പഠിച്ചത്, ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെ ഇവിടെ വന്നാൽ എന്താണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും മോശമല്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും നല്ല കാര്യങ്ങൾ തന്നെയാണ്. ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആരാണ് പഠിപ്പിക്കുന്നത്, അവരെങ്ങനെയുണ്ട്, അവരുടെ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി എങ്ങനെയാണ്, കോഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണോ, നിങ്ങൾ റിപ്ലൈ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കുക. ഇവരെല്ലാം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിലവിൽ നമുക്ക് ഈ ആദ്യത്തെ ഇപ്പം 121 അഡ്വൈസാണ് പോയിരിക്കുന്നത്. PC സൈറ്റിൽ കയറിയ 121 അഡ്വൈസാണ് പോയിരിക്കുന്നത്. ആ 121 അഡ്വൈസിനകത്ത് 25 ഉദ്യോഗാർത്ഥികൾ നമ്മൾ പഠിപ്പിച്ച ആൾക്കാരാണ്. സോ 25 ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ചവരാണ്. ഇവരോട് നിങ്ങൾക്ക് ഇവരെല്ലാം തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരാം അവരെങ്ങനെയാണ് പഠിച്ചെന്നുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾ അവരെങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റാങ്ക് നമ്പർ 4-ന്റെയും റാങ്ക് നമ്പർ 5-ന്റെയും അതുപോലെ തന്നെ കുറച്ച് ആൾക്ക് അസറിൻ്റെത്, അഭിരാമിൻ്റെത്, അങ്ങനെ കുറേ ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് പഠിച്ചത്, അവരെന്താണ് എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് അവർ പഠിച്ചെടുത്ത ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ അവർ പറയുന്ന വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്പിലും ആ വീഡിയോസ് അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്കിനി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നമ്മൾ മെൻഷൻ ചെയ്തേക്കാം. ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലോ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയണമെങ്കിലോ ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. സോ മറ്റൊരു വീഡിയോയുമായി കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.